ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് കോവയ്ക്ക ഒന്ന് ബജ്ജിയാക്കി നോക്കിയാലോ. ഇന്നും കോവയ്ക്ക തോരന്, ഫ്രൈ, മെഴുക്ക് വരട്ടി ഇങ്ങനെയൊക്കെ ആക്കുന്നത് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ബജ്ജി ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. അതിനാവശ്യമായിട്ട് ഇത്രയും കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കീറിയെടുക്കാം. ഇത്രയും കോവയ്ക്ക ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടിയും സ്വല്പം ഉപ്പുപൊടിയും കൂടെ ചേർത്തൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒന്ന് ആവി കയറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ പച്ച അങ്ങ് മാറും. ഇതേപോലെ ഉള്ളു ചുമന്നതൊക്കെ നമ്മൾ തോരൻ വെക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പുളിപ്പായിരിക്കും. പക്ഷേ ഈ ബജ്ജി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഒക്കെ ഞാൻ ഇതുപോലെ ഒന്ന് പച്ച വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം. 2 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് നമുക്ക് സ്വല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കുകയാണ് ഇതിനകത്തോട്ടെ. ഇനി സ്വല്പം ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മൾ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കോവയ്ക്കായിൽ എല്ലാം മാവൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് വയ്ക്കാം. എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പാനടപ്പത്ത് വയ്ക്കാം. കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് ഓരോന്നൊന്ന് പറക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അവയ്ക്ക നമ്മൾ ഇതേപോലെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്തേക്കണം. താങ്ക് യു.